എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Cups, Six of Pentacles, Ace of Cups, Six of Cups, beautiful energy, Devil moment and Seven of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ലൊരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. സാമ്പത്തിക നേട്ടം എന്നുള്ള രീതിയിൽ മാത്രമല്ല, മാനസികമായിട്ട് ഒത്തിരി സന്തോഷം തരുന്ന സമയമാണ്. ആദ്യം തന്നെ 10 of Cups ആൻഡ് ഡെവിൾ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഒത്തിരി ചില ആളുകൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഒന്ന്. അപ്പോൾ ധനലാഭം, അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നുണ്ട്. അത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ അഥവാ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നുണ്ടോ, അത് ഇനിയിപ്പോൾ ലോട്ടറി ഭാഗ്യമാണ്, അതല്ല നിങ്ങൾ കുറച്ച് പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലാഭം വന്നിട്ടുള്ളതാണോ, ഒത്തിരി എമൗണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആവാം. അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് എങ്കിൽ എന്താണ്, നിങ്ങൾ പെട്ടെന്ന് പൈസ കയ്യിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാട് ഇങ്ങനൊരു പൈസ കയ്യിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവരോടും പറയാതിരിക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. നിങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ ആവശ്യത്തിൽ കഴിഞ്ഞ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കൂടി എല്ലാവരിലേക്കും അറിയിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ ആളുകൾ വന്നിട്ട് നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിച്ചേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പൈസയുടെ ആവശ്യം, അതായത് ചില ആളുകൾ മനഃപൂർവ്വം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, പൈസ കടം ചോദിക്കുന്നു, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ആവാം. പിന്നെ ചില ആളുകൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനേക്ക് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. പല രീതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പേഴ്സണലായിട്ടുള്ള രീതിയിലോ അവരുടെ ബിസിനസ്സിന് ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ ആവാം. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീസ് ആണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റു കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉള്ളത് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അധികം റിസ്ക് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ലേക്ക് പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലത്. ഇത് തൽക്കാലം അത് ബാങ്കിലോ അല്ലെങ്കിൽ FD ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് റിസ്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു സമയം. ഹെവി റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ആദ്യമേ തന്നെ പറയുന്നു. തൽക്കാലം ആ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ സാമ്പത്തിക നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത ചില ആളുകൾക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യത ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഫാമിലി ആയിട്ട് ബന്ധപ്പെടുത്തി തൃപ്തിയുണ്ട്. അപ്പോൾ ഫാമിലിയിൽ ഒത്തിരി സന്തോഷമുള്ള വാർത്ത, മക്കൾക്ക് ആഗ്രഹിച്ച കോഴ്സ് കിട്ടുന്നുണ്ടോ വിദ്യാഭ്യാസപരമായിട്ട്, അതല്ല എങ്കിൽ അവർക്ക് ജോലി കിട്ടുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ജോലിക്ക് ഉള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ ഓഫർ ലെറ്റർ ലഭിക്കുന്നതാവാം, ഫസ്റ്റ് ജോലി ലഭിക്കുന്നതിൻ്റെയൊക്കെ തൃപ്തി ഒരു മാസത്തിൽ പലർക്കും ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 6 of Pentacles ആൻഡ് 6 of Cups എനർജിയാണ്. നമ്മൾ പോലെ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് എല്ലാ മേഖലയിലും ഒത്തിരി സന്തോഷമുള്ള സമയമാണ് ഈ ഒരു മാസം. നിങ്ങളിലേക്ക് ധനലാഭം വരുന്നു എന്നുള്ളത് മാത്രമല്ല, കുടുംബത്തിന് നന്മ ഉണ്ടാകുന്നു എന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിലും സാധ്യതകളുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിങ് കാര്യങ്ങളും കുറവുള്ളവർക്ക് ഫണ്ടിങ് ലഭിക്കുന്നുണ്ടാവാം. ബിസിനസ്സിലേക്ക് ഫണ്ടിങ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ കുറച്ച് നാളായിട്ട് ബോണസ് ഒന്നും കാര്യമായിട്ട് കിട്ടുന്നില്ലാത്തവർക്ക് ബോണസ് ലഭിക്കുന്നുണ്ട് ഈ വർഷം നല്ല രീതിയിൽ. ഈ ഒരു മാസം പ്രത്യേകിച്ചും എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് അങ്ങനെ തീരെ പ്രതീക്ഷിക്കാത്തിടത്തു നിന്ന് കുറച്ചധികം ഒരു തുക നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ അത്ര ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം വലിയൊരു തുക നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. സൗഹൃദത്തിനുള്ള നല്ല നല്ല പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്.
ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട്. ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, അതിനെ കുറിച്ചിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് സംഭവിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിനചര്യ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ഭക്ഷണ കാര്യമായിരിക്കും, മറ്റു കാര്യങ്ങളായിരിക്കും, ക്രമീകരണം, പല കാര്യങ്ങളിലും അങ്ങനെയുള്ള രീതിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയം ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ ചില സുഹൃത്തുക്കളെ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ചിലപ്പോൾ സ്കൂൾ കോളേജ് റീയൂണിയൻ അതുപോലുള്ളൊരു സാഹചര്യമാവും. അപ്പോൾ അതിൽ നിങ്ങൾ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതാവാം അത് സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ 6 of Pentacles and 7 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ലോണിനൊക്കെ അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലോൺ സാധ്യതയ്ക്ക് ഈ ഒരു മാസം കിട്ടുന്നുണ്ട്. ബിസിനസ്, ഹൗസിംഗ് ലോൺ, മറ്റു രീതിയിൽ വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ ഉള്ളൊരു അവസരം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ എല്ലാ അർത്ഥത്തിലും നല്ല സിറ്റുവേഷൻസ് ആണെങ്കിലും അത് എല്ലാവരിലും അല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ആരോപണം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആരോപണം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല, ഇത് ധനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം. കാരണം ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ ഈ പറയുന്ന ചില ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് എന്തെങ്കിലും കടം ചോദിച്ചതാവാം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഒരാളൊരു കാര്യം ചോദിച്ചാൽ കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് കൊടുക്കുന്നില്ലാതിരിക്കുമ്പോൾ നിങ്ങളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അവർക്കറിയാവുന്ന ചില രഹസ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു രീതിയിലാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നതിനൊക്കെ ഉള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഇരുന്നാൽ നന്നായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഭയന്നിട്ട് ചില ആളുകൾക്ക് ധനം കൊടുക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് എന്തായാലും തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ Ace of Cups and Devil മൊമെൻ്റ് ആണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം പ്രണയം സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പ്രപ്പോസൽസ് വരാം. അപ്പോൾ ഈ മാസം നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിങ്ങൾ അറിയുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ പ്രണയം, അതിനെക്കുറിച്ചിട്ടല്ല പറയുന്നത്. ഈ മാസത്തിൽ നിങ്ങൾക്ക് പ്രണയാഭ്യർത്ഥന ലഭിക്കുകയോ അതുപോലെ പ്രപ്പോസൽസ് എന്തെങ്കിലും വരുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളൊരു ആ ഒരു വ്യക്തി നിങ്ങളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ പ്രണയാഭ്യർത്ഥന വരുന്നത് നിരസിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പ്രണയാഭ്യർത്ഥന വരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. പക്ഷെ മുന്നോട്ടേക്ക് പോകും തോറും ഈ വ്യക്തി നിങ്ങളെ മുതലെടുക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയാതിരിക്കുക. ചാൻസസ് ആർ ഹൈ ആ ഒരു വ്യക്തി നിങ്ങളെ മുതലെടുക്കുന്നതാവാം. പക്ഷേ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ആ വ്യക്തിയോട് വളരെയധികം താല്പര്യമുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, ഇതൊക്കെ എൻ്റെ തോന്നലാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമല്ല എന്ന് നമുക്ക് അറിഞ്ഞാൽ കൂടി നമ്മളങ്ങനെ നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ സ്വയം നമ്മൾ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് പൊതുവേ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കാണ് ഈ സാധ്യതയുണ്ട്. പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിത്തം കഴിഞ്ഞ് ജോലി സംബന്ധമായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളുണ്ട്. ഇമിഗ്രേറ്റ് ചെയ്ത് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ലൈഫിലും നിങ്ങൾ എന്താവണമെന്ന് ആഗ്രഹിച്ചു നിങ്ങൾ അതായിത്തീരുന്നതിൻ്റെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം ഉള്ളത്. പിന്നെ പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ആരോഗ്യപരമായിട്ട് നല്ലൊരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യപരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയം. വീട്ടമ്മമാരെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു സമയം പൊതുവിൽ നല്ല സമയമാണ്. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ അവിടെ നിന്ന് ഒഴിവായി പോകുന്നതായിരിക്കും. അതൊരു പ്രശ്നമാക്കി മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം ചില ആളുകളത് മനഃപൂർവ്വം പറയുന്നതാണ്, അത് നിങ്ങളോടുള്ള താല്പര്യക്കുറവ് കൊണ്ട്. അപ്പോൾ അതിനെത്ര ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അറിയാം നിങ്ങൾ എന്താണ് എന്നുള്ളത്. അവർ തീർച്ചയായിട്ടും നിങ്ങളോട് കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്തവരോടൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. അത് തെളിയിക്കാൻ ശ്രമിച്ചാൽ അവരത് വിശ്വസിക്കുകയുമില്ല. അവർക്കറിയാം അത് സത്യമല്ല എന്നുള്ളത്. പക്ഷെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്.
അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.